അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കിടക്കുന്ന കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം, ബട്ടർ എടുക്കാം, ഒലിവ് ഓയിൽ എടുക്കാം, ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇത് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 3 അത്യാവശ്യം വലുപ്പമുള്ള സവാള, ഒരുപാടങ്ങ് ചെറുതായിട്ടും കട്ട് ചെയ്യേണ്ട, ഒരുപാട് വലുതായിട്ടും കട്ട് ചെയ്യേണ്ട, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ സവാള ഒന്ന് വയന്ന് കിട്ടണം, ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. സവാള നല്ലതുപോലെ ഒന്ന് വയന്ന് കിട്ടണം. വയന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വയന്ന് ഗോൾഡൻ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വയന്ന് കിട്ടണം. ഈ ഒരു സമയം പെട്ടെന്ന് തന്നെ വയന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടി പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും കൂടി ചേർക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ 7 എണ്ണമൊക്കെ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ 1 എണ്ണമൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം, പച്ചമുളകിന് പകരമായിട്ട് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല പൊടി ചേർത്തതുകൊണ്ട് ഗരം മസാല പൊടി ചേർക്കുന്നില്ല. ചിക്കൻ മസാല പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സോസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ട പുഴുങ്ങിയത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 4 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം. എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും മുട്ട എടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഉടഞ്ഞു പോകരുതേ മുട്ട. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയുടെ കഷ്ണങ്ങൾ ഒരുപാടങ്ങ് വലുതായി പോകരുത്, തീരെ അങ്ങ് ചെറുതായി പോകാനും പാടില്ല.
വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കട്ടെ, ഇതിൻ്റെ ചൂടൊന്ന് മാറണം. പിന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് അങ്ങ് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 2 ബ്രെഡ് എടുത്തു. ഇനി ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വരും. ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഡിസൈനായിട്ട് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ ഇല്ലാതെ സാധാരണയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിക്ക് ബ്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം റൗണ്ടായിട്ട്. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതായി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 2 ബ്രെഡ് എടുക്കാം. ഇപ്പം ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത 2 ബ്രെഡ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള മൈദ പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കട്ടിക്ക് കലക്കി എടുത്തിട്ടുള്ളതാണ്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ നിന്നും കുറച്ച് മാവിൻ്റെ മിക്സ് എടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ ഈ വശങ്ങളിൽ ഈ അരികത്ത് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക. കൈ കൊണ്ടോ സ്പൂൺ വെച്ചോ തേച്ച് കൊടുക്കുക. 2 ബ്രെഡിലും ഇങ്ങനെ തേച്ച് കൊടുക്കണം. കുറച്ച് മതിയേ. നല്ലോണം ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ബ്രെഡിൻ്റെ ഈ നടുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ മൈദ തേച്ച് കൊടുത്തതുകൊണ്ട് ഒട്ടിയിരുന്നോളും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിൽ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിനാണ് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഡിപ്പ് ചെയ്ത ഉടൻ തന്നെ ചൂടായി കിടക്കുന്ന ഒരു തവയിൽ കുറച്ച് എണ്ണ തവയിലൊഴിച്ച് ചൂടായ തവയിലേക്ക് ഇതിട്ട് നമ്മൾ 2 വശവും മൊരിച്ചാണ് എടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തല്ല എടുക്കുന്നത്. ആദ്യം ഈ വശങ്ങളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ വശം ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. നേരിട്ട് ചൂടായി കിടക്കുന്ന തവയിൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എല്ലാ ഭാഗവും ഒന്ന് ബ്രഷ് ചെയ്യാം. തവ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഇപ്പോൾ തവ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്ത ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വശം നമുക്ക് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശങ്ങളും ഒന്ന് മൊരിച്ചെടുക്കണം. ഇത് ആദ്യം മറുവശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഈ വശം ഒന്ന് മൊരിച്ചെടുക്കാനുണ്ട്. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വശങ്ങളും ഒന്ന് മൊരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുറച്ച് സമയം വെച്ച് കൊടുക്കാം.
അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 വശവും ഇതാ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, എണ്ണയിലിട്ടല്ലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുട്ട വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്